ഒരു സമയത്ത് ഒരുപാട് പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയകളൊക്കെ പറയുന്നത് BJP വലിയ രീതിയിലുള്ള പരാജയം മണക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോ അങ്ങനെയാണോ, അതോ എന്തെങ്കിലും BJPക്ക് അത്ര വലിയൊരു ത്രട്ട് ഉണ്ടോ? 6 ഘട്ടം കഴിഞ്ഞ അവസരത്തിൽ എന്താണ് പാർട്ടിയുടെ അല്ലെങ്കിൽ NDAയുടെ പ്രതീക്ഷ എന്റെ ഒരു വിശകലനത്തിൽ എന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. BJP പുറകിലേക്ക് പോകുമെന്നും ഒരുപക്ഷെ 272 സീറ്റ് എത്തില്ല എന്നുള്ള രീതിയിലാണ് കാര്യമായിട്ട് ഉള്ള കേരളത്തിലെ മീഡിയാസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് BJPക്ക് അടിപതറാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ എന്റെ വീക്ഷണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇന്ത്യ ടിവിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തില് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രാമിനകത്ത് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 400 സീറ്റ് വേണ്ട ഇന്ത്യയിൽ ഭരിക്കാൻ 272 മതി എന്നുള്ളത്. അപ്പോ അങ്ങനെ എന്താ പറയാ 272-ൽ നിന്ന് 400 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് ചർച്ചയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മിടുക്ക് ഈ ഇലക്ഷനെ സംബന്ധിച്ചായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി എന്താണ് ജൂൺ 4-ാം തീയതി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. 2-3 കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത്. BJPക്ക് എവിടെയാണ് സെറ്റ് ബാക്ക് കിട്ടാൻ സാധ്യത? ഇപ്പോൾ ഏകദേശം 330-ലധികം സീറ്റ് ഉണ്ട് NDAയുടെ കയ്യിൽ. BJPക്ക് തന്നെ 300-ലധികം സീറ്റ് ഉണ്ട്. ഇനി YSR കോൺഗ്രസും ബിജു ജനതാദളും കൂടെ കൂട്ടുന്ന അവസരത്തിൽ 370 സീറ്റിന്റെ മുകളിലുണ്ട് NDAക്ക്. YSR കോൺഗ്രസും ബിജു ജനതാദളും ഒരു തരത്തിലും ഇന്ത്യ സഖ്യവുമായിട്ട് സഹകരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കക്ഷികളാണ്. അപ്പോ ആ 2 കക്ഷികളും കൂടെ ചേർക്കുന്ന സമയത്ത് 370-ലധികം സീറ്റ് NDAയുടെ ബാഗിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ 370 സീറ്റില് തോൽവി BJPയുടെ അധികാരമൊക്കെ പോകുന്ന രീതിയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 100-ലധികം സീറ്റുകൾ സ്വിംഗ് ചെയ്താൽ മാത്രമാണ് BJPക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് 100 സീറ്റൊക്കെ ഇന്ത്യയില് NDA എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് സ്വിംഗ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റും അത് സാധ്യതയില്ല എന്നുള്ളത്. അപ്പൊ എവിടെയാണ് BJPക്ക് അടിപതറാൻ അല്ലെങ്കിൽ ചെറിയൊരു സെറ്റ് ബാക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, എവിടെയാണ് അത് കൂടുതൽ വരാനുള്ള സാധ്യത എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കുന്നത്. അപ്പോ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാൻ, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ. ഈ 5 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ BJPയുടെ സെറ്റ് ബാക്കിനെ സംബന്ധിച്ചിട്ട് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് കർണാടകയും രാജസ്ഥാനും നമ്മൾ സവിസ്തരം നമ്മളുടെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാര്യമായിട്ട് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ പ്രധാനമായിട്ടും ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹരിയാനയെ സംബന്ധിച്ചും അതുപോലെ തന്നെ UPയിലെ 5-ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ചില മറ്റേ കോൺസ്റ്റിറ്റ്യുവൻസികളെ സംബന്ധിച്ചിട്ടുമാണ്. അപ്പോ എന്റെ ഒരു വീക്ഷണത്തില് ഈ 5-ാം ഘട്ടത്തിൽ 49 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ അമേഠിയും റായ്ബറേലിയും അടക്കമുള്ള സീറ്റുകളുണ്ട്. അപ്പോ എന്റെ ഒരു വിലയിരുത്തലിൽ 5-ാം ഘട്ടത്തിൽ UPയിൽ 14 സീറ്റിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 14 സീറ്റില് ഒരു 3 സീറ്റിലാണ് ഒരു മത്സരം നടക്കാൻ സാധ്യത. കഴിച്ചു ബാക്കിയുള്ള 11 സീറ്റിലും BJPക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഒരു ചെറിയ മാർജിനിൽ വിജയിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ റായ്ബറേലിയിൽ ഒരു കടുത്ത മത്സരവും രാഹുൽ ഗാന്ധി നേരിടാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് 5-ാം ഘട്ടത്തിനെ പറ്റിയിട്ട് വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി മഹാരാഷ്ട്രയിൽ 20-ാം തീയതി നടന്ന 5-ാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഇലക്ഷൻ നടക്കുന്നത് ബോംബെ മേഖലകളിലാണ്. ഈ ബോംബെ മേഖലകളിൽ ഞാൻ പല എന്റെ സുഹൃത്തുക്കളോടും സംസാരിച്ച സമയത്ത് BJP മുന്നണിക്കുള്ള NDAക്കുള്ള ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ശിവസേനയുടെയും അതുപോലെ തന്നെ NCPയുടെയും ചിഹ്നം, അവര് കാലങ്ങളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്ക് അതുപോലെ അമ്പും വില്ലും തുടങ്ങിയിട്ടുള്ള ചിഹ്നം ഇപ്പോൾ BJP പക്ഷത്തുള്ള ആളുകളുടെ കയ്യിലാണ്. അത് അവർക്ക് വലിയൊരു സെറ്റ് ബാക്ക് നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ബോംബെയില് പൊതുവായിട്ടുള്ള ഒരു വികാരം പറയുന്നത് ഈ ഉദ്ധവ് താക്കറയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സഹതാപ തരംഗം ബോംബെയിൽ ഇല്ല എന്നുള്ളതാണ്. അതിന് ഞാൻ സംസാരിച്ച ഒരു
5 or 6 ആള് പറഞ്ഞ ഒരു റീസൺ എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെയും ബാൽ താക്കറെയും റെപ്രസെന്റ് ചെയ്യുന്ന ശിവസേന എന്ന് പറയുന്ന സഖ്യത്തെ ഒരിക്കലും കോൺഗ്രസും NCP മുന്നണിയുമായിട്ട് യോജിച്ചു പോകാൻ സാധ്യതയില്ലാത്ത ഒരു ഐഡിയോളജിക്കലി രണ്ടും രണ്ട് ആസ്പെക്റ്റിൽ നിൽക്കുന്ന മറ്റേ കക്ഷികളാണ്. 92-93 ബോംബെ കലാപം തുടങ്ങി അങ്ങോട്ട് 2000 മറ്റേ ബാൽ താക്കറെ അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സീരീസ് എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലും ഒത്തുപോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പോയിട്ടില്ലാത്ത ഒരു സംഘടനയാണ് ശിവസേന. എന്നാൽ BJPയുമായിട്ട് കാലങ്ങളായിട്ട് ഒരേ മറ്റേ രീതിയിൽ പ്രവർത്തിക്കുകയും അവരുടെ സഖ്യകക്ഷിയായിട്ട് പ്രവർത്തിക്കുകയും ഡൽഹിയിലും അതുപോലെ തന്നെ ബോംബെയിലുമൊക്കെ എല്ലാ കാലഘട്ടങ്ങളിലും ശിവസേനയും BJPയും ഒന്നിച്ചു പോയിട്ടുള്ള സംഘടനകളാണ്. മാത്രമല്ല അവര് ഹിന്ദുത്വ നിലപാടില് അടിയുറച്ചു വിശ്വസിക്കുന്ന സംഘടനയാണ്. അപ്പൊ ഐഡിയോളജിക്കലി രണ്ട് തലത്തിൽ നിൽക്കുന്ന ഒന്ന് തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന ശിവസേനയും ഇപ്പുറത്ത് മൃദു ഹിന്ദുത്വം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ആരോപിക്കുന്ന കോൺഗ്രസുകാരും NCPയും അല്ലെങ്കിൽ ഒരു മുസ്ലിം അപ്പീസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മറ്റേ രാഷ്ട്രീയം കൊണ്ടുപോകുന്ന കോൺഗ്രസും അതുപോലെ NCP പോലെയുള്ള മുന്നണികളും ഒന്നാകുന്ന സമയത്ത് ഈ മോൾ തട്ടില് മറ്റേ എന്താ പറയാ നേതാക്കന്മാര് തമ്മില് ഒന്നിച്ചു ചേരാനും അവർക്ക് ചായ കുടിക്കുവാനും മറ്റേ സീറ്റ് വിഭജിക്കുവാനും സാധിക്കും. പക്ഷെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ ഇടയിൽ ആ ഒരു വോട്ട് ഷിഫ്റ്റ് നടത്തുക എന്നുള്ളത് വളരെ ദുർഘടമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അതായത് ശിവസേനയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ വോട്ട് പെട്ടെന്ന് അത് കോൺഗ്രസിലേക്ക് പോകുക അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാന ശിവസേനക്കാരനെ ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ BJPയിലോട്ട് ശിവസേനയുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ ബോംബെയിലെ പൊതുവില് 1-2 സീറ്റിൽ ഒഴികെയുള്ള സീറ്റുകളിൽ ഒന്നും തന്നെ NDA മുന്നണി വലിയ ഒരു മറ്റേ മത്സരം നേരിടുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയില് വലിയൊരു ക്ഷീണം BJPക്ക് വരാൻ സാധ്യതയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അപ്പൊ 13 സീറ്റിലാണ് മത്സരം നടന്നത് 5ാം ഘട്ടത്തിൽ. 13 സീറ്റില് 3 സീറ്റിൽ ഒഴികെ 10 സീറ്റിലും BJPക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് ക്ലിയർ കട്ടായിട്ടുള്ള അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒറീസയില് 5 സീറ്റിലാണ് 5ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒറീസയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പഠിക്കുന്ന അവസരത്തില് ഒറീസയില് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബിജു ജനതാദളിന് അനുകൂലമായിട്ടും ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ വലിയ ഫൈറ്റ് BJPക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അത് നവീൻ പട്നായിക്കിന് അനുകൂലമായിട്ട് മാറുകയും എന്നാൽ സെൻട്രൽ ഇലക്ഷനിലേക്ക് മോഡിക്ക് വലിയൊരു വെയ്വ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അപ്പോൾ ഒറീസയിൽ കഴിഞ്ഞ തവണത്തെ 8ൽ നിന്ന് ബഹുഭൂരിഭാഗം സീറ്റുകളും BJP പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒറീസ മാറേണ്ടതാണ് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. മേ ബി 14-15 ഒരു പക്ഷേ 16 സീറ്റ് വിജയിച്ചാലും ഒറീസയിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അവിടെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞാൽ ഒരു ചേട്ടനനിയൻ മത്സരമാണ്. എല്ലാവർക്കും അറിയാം BJPയും മറ്റേ BJDയും ഒരു അലയൻസ് പോലെ മത്സരിക്കുകയാണ്. അവിടെ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിയമസഭ BJDക്കും ലോക്സഭ BJPക്കുമായിട്ട് മാറാനാണ് ഒറീസയിലെ സാധ്യത എന്നാണ് എന്റെ ഒരു പേഴ്സണൽ വിലയിരുത്തല്.